അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിച്ച് MCF-ലേക്ക് മാറ്റി. അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി ബന്ധപ്പെട്ടാണ് ചവറ സൗത്ത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അഷ്ടമുടി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേന പ്രവർത്തകർ MCF-ലേക്ക് മാറ്റി. ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ, മത്സ്യത്തൊഴിലാളികൾ, കക്കാ തൊഴിലാളികൾ, യുവജന സംഘടനകൾ, കടത്ത് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. മെഗാ ക്ലീനിംഗ് ഡ്രൈവിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ജീവനം അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നുള്ള ഒരു തലവരേക്ക് ഓടിക്കുകയും പല പദ്ധതികളും ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. പല പടവുകളും അത് പൂർവ്വസ്ഥിതിയിലാക്കി മനോഹരമാക്കി ടൂറിസത്തിന്റെ കൂടെ ഒരു സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ചരകസേരകളൊക്കെ തന്നെ നിർമ്മിക്കുകയുണ്ടായി. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യകുലങ്ങളെല്ലാം തന്നെ ഒരു ജലം കേന്ദ്രീകരിച്ചുള്ള തണ്ണീർത്തട സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നാം സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. ഏതെങ്കിലും നിയമത്തിലൂടെയോ ഒന്നും ശാസിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതെല്ലാം നാം സ്വയം ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, പഞ്ചായത്ത് അംഗം പ്രദീപ് പുല്യാഴം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സജിമോൻ, അപർണ, സന്ധ്യമോൾ, ജനപ്രതിനിധികളായ ഉണ്ണികൃഷ്ണപിള്ള, ബേബി മഞ്ജു, സീതാലക്ഷ്മി, അനിൽകുമാർ, മീന, സ്മിത, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ T പദ്ധതി വിശദീകരിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഷ്ടമുടി കായലോട് ചേർന്ന പ്രദേശങ്ങളിൽ മാലിന്യം ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു സ്ഥിരം പ്രക്രിയയായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഒഴുകി വരുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഒരു നിരന്തര പ്രക്രിയ, അതായത് നമ്മൾ ദൈനംദിന പ്രക്രിയ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കായലിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മളൊരു പരിപാടി നടത്തി. ആ ഡ്രൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കായലിൻ്റെ ഈ അഷ്ടമുടി കായലിൻ്റെ തനിമയും അതിൻ്റെ മനോഹാരിത നിലനിർത്തുന്നുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആവാസ വ്യവസ്ഥ, അതായത് തെക്കുംഭാഗത്തിനെ സംബന്ധിച്ച് നമുക്ക് കൈമാറി തന്നിട്ടുള്ള അല്ലെങ്കിൽ തെക്കുംഭാഗത്തിൻ്റെ ജീവവായു എന്ന് പറയാൻ പറ്റുന്ന അഷ്ടമുടി കായൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നിരന്തരം അവരുടെ ദൈനംദിന ജോലി അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗം തരുന്ന ഈ കായലിനെ അതുപോലെ നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.